ശ്രീ രാധേ രാധേ. ഓം നമ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നലെ ഭഗവാന്റെ ജന്മാഷ്ടമി ആയിരുന്നു. എല്ലാവരും ജന്മാഷ്ടമിയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കൃഷ്ണൻ എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ ജന്മാഷ്ടമിയായിട്ട് ഒരുക്കിയ ഭഗവാനാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി. ഒരുക്കിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. നിങ്ങൾ കണ്ടോ ഭഗവാനെ? ഞാൻ അത്രയും ഭംഗിയായിട്ടൊക്കെ ഒരുക്കി നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. ആ കിരീടമൊക്കെ ഇല്ലേ, കിരീടമൊക്കെ വെച്ചു. പിന്നെ നല്ലൊരു ഹാരമൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ഭഗവാനെ. കണ്ടോ, സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ എല്ലാവരും ജന്മാഷ്ടമിയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഭഗവാൻ അത്രയും സുന്ദരനായിട്ടിരിക്കുകയാണ്. സുന്ദര രൂപത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നത്. കണ്ടോ, കിരീടമൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അപ്പം ഇന്നലെ ജന്മാഷ്ടമി എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. എവിടെയാ പോയത് എല്ലാവരും? കൃഷ്ണക്ഷേത്രത്തിൽ. ഓക്കെ, എവിടെയാ? അടുത്തുള്ള ക്ഷേത്രത്തിലാണോ? ശരി. ഓക്കെ, ഇന്ന് നമുക്ക് ശിവപുരാണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവരിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വൈഷ്ണവനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും മഹത്വമാണ് ശിവഭഗവാനുള്ളത്. അതുകൊണ്ട് തന്നെ ശിവനിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്താനും സാധിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് ഗുരുവിലൂടെയും ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ്. പക്ഷെ അതിന് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. ആ യമനിയമങ്ങളൊക്കെ പാലിച്ച് വെജിറ്റേറിയനായി അങ്ങനെയുള്ള സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഭഗവാന്റെ നാമമായിട്ടുള്ള ഹരേ കൃഷ്ണ നാമം എപ്പോഴും ഉരുവിട്ട് മറ്റുള്ള നാമങ്ങൾ ഉരുവിടുന്നതിനോടൊപ്പം ഹരേ കൃഷ്ണ നാമവും ഉരുവിട്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാണെങ്കിൽ ആ പാല് ഒരു തൈരായാൽ എങ്ങനെ മാറും? അതാണ് മഹാദേവൻ എന്ന് പറയുന്നത്, ശിവഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യമുള്ള ഭഗവാനാണ് ശിവൻ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമേ ഉണ്ടായ രുദ്രസംഹിതയാണ് ആദ്യമേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആദിദേവൻ, ആദിയോഗി എന്ന് പറയുന്നതും ശിവഭഗവാനാണ്. അതുപോലെ തന്നെ അത്രയും പ്രാധാന്യമാണ് നാരായണനും ശ്രീകൃഷ്ണനും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ചിലരുണ്ട് വിഷ്ണു ഭക്തരാണ് അല്ലെങ്കിൽ കൃഷ്ണ ഭക്തരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിവഭഗവാന്റെ കാര്യങ്ങളൊന്നും പറയില്ല, അങ്ങനെയുള്ളവരുണ്ട്. അല്ലാതെ തിരിച്ച് ഉള്ളവരുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഭഗവാനെല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒന്നായിരുന്ന ഭഗവാൻ തന്നെയാണ് മൂന്നായി പിരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കൃഷ്ണഭക്തരാണെന്ന് കരുതിയിട്ട് ശിവഭഗവാന്റെ കാര്യം പറയരുതെന്നൊന്നുമില്ല. അതുപോലെ ശിവഭക്തരാണെന്ന് വിചാരിച്ചിട്ട് കൃഷ്ണന്റെ കാര്യം അല്ലെങ്കിൽ നാരായണന്റെ കാര്യമൊന്നും പറയരുതെന്ന് അങ്ങനൊന്നുമില്ല കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവരും വേണമല്ലോ. നമുക്ക് ഈ പറയുന്ന പോലെ നമുക്കറിയില്ല നമ്മൾ ഏതാണ് നമുക്കൊന്നും തന്നെ അറിയില്ല. നമുക്ക് അവിടെ തന്നെ ഭഗവാന്റെ ആ ഒരു ഇത് എന്താണ്, നമ്മൾ അവിടെ എന്ത് ഒരു ഇതിലാണ് ഭഗവാന്റെ കൂടെ ഉള്ളതെന്ന് നമുക്കറിയില്ല. നമ്മുടെ അവിടുത്തെ റോൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഇതൊക്കെ അറിയാവുന്നത് ആ ഭഗവാൻ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭഗവാനിൽ അത്രയും ഒരു സ്നേഹം, വിശ്വാസം ഉണ്ടാവണം. നമ്മൾ ഒന്നിനെയും തള്ളിക്കളയാൻ പാടില്ല. ഇടയ്ക്ക് വെച്ചിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ഡിവോട്ടി മീൻസ് ഒരു കൃഷ്ണ ഡിവോട്ടിയാണ്. പുള്ളിക്കാരത്തി ഭയങ്കര കൃഷ്ണഭക്തയാണ്. പക്ഷേ വീട്ടിലൊരു കൃഷ്ണന്റെ വിഗ്രഹമുണ്ട്, അതിനടുത്ത് തന്നെ ഒരു ഗണപതിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു.
അപ്പോൾ പുള്ളിക്കാരത്തി പിന്നെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെ ഒരു കുടുംബ ചിത്രം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി അറിയില്ല, പുള്ളിക്കാരത്തിയുടെ ഒരു വിവരക്കേട് എന്ന് തന്നെ അതിന് പറയാം. ചെയ്തത് വേറൊന്നുമല്ല, കൃഷ്ണ ഭഗവാൻ വന്നപ്പോഴത്തേക്ക് ഗണപതി ഭഗവാനെയും അതുപോലെ തന്നെ ശിവപാർവതിമാരുടെ പിക്ചറും എടുത്ത് മാറ്റിയിട്ട് അവിടെ കൃഷ്ണനെ മാത്രം പ്രതിഷ്ഠിച്ച് വെച്ചു. എനിക്ക് എന്തോ അതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പ് തോന്നുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഭഗവാനെ കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ മറ്റൊരിത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറയുന്ന ശിവഭഗവാനും പാർവതീ ദേവിയും അതുപോലെ ഗണപതി ഭഗവാനും ഒക്കെ തന്നെയാണ് നമ്മളെ ഭഗവാനിലേക്ക്, കൃഷ്ണനിലേക്ക് എത്തിക്കുന്നത്. അവരെന്ന് പറയുന്നത് ഭഗവാന്റെയൊക്കെ ഭഗവാന്റെ ഏറ്റവും വലിയ പരമഭക്തരാണ് മറ്റുള്ള ദേവീദേവന്മാരെന്ന് പറയുന്നത്. അവർക്ക് അത്രയും ഭഗവാനോട് ആ ഒരു ഭക്തി ഉള്ളത് കൊണ്ടാണല്ലോ അവർ ആ ഒരു പോസ്റ്റിലേക്ക് ഭഗവാൻ നിയമിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും തള്ളിക്കളയാൻ ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊന്നിനും തള്ളിക്കളയാം. എല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭഗവാൻ ആരായാലും അത് ശിവനായാലും കൃഷ്ണനായാലും നമ്മൾ പൂജിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒന്ന് വന്നതെന്ന് കരുതിയിട്ട് മറ്റൊന്നിനെ തള്ളിക്കളയുന്ന ആ ഒരു ക്യാരക്ടറിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ചിലരുണ്ടല്ലോ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പ്രേമിച്ചൊക്കെ കുറേ നാൾ നടന്നിട്ട് വേറൊരിത് കിട്ടുമ്പോൾ അത് തള്ളിക്കളഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ അത് ഉൾക്കൊള്ളുമ്പോഴാണ്, അവിടെയാണ് ആ ഭഗവത് ചൈതന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ഇത് കിട്ടിയെന്ന് കരുതിയിട്ട് മുമ്പുണ്ടായിരുന്നത് തള്ളിക്കളഞ്ഞിട്ട് അങ്ങനെ അതൊരു ശരിയായിട്ട് എനിക്ക് തോന്നില്ല. എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ഈ കോൺസെപ്റ്റിലാണ് ഓരോരുത്തർ കാണുന്നത്. അവരവരുടേതായ രീതിയിലാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ ശ്രീകൃഷ്ണനെയും ഭജിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ ശിവഭഗവാനെയും എല്ലാം ഭജിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹമുണ്ട്. പക്ഷേ എന്നോട് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണനെ പൂജിക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ മാത്രം വിഗ്രഹമേ വെക്കാവുള്ളൂ, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് പേഴ്സണലി. പക്ഷെ എനിക്ക് അങ്ങനെ തള്ളിക്കളയുന്ന ആ ഒരു ഇതിൽ അത്രയ്ക്ക് എനിക്ക് വിഷമമായി. അപ്പം ഞാൻ ഉണ്ണിഗണപതി എൻ്റെ ഉണ്ണിക്കണ്ണനെ പോലെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതെനിക്ക് എടുത്ത് മാറ്റണം, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്യില്ല ഒരിക്കലും. കാരണം നമ്മളിപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഈ ഭക്തിയിലോട്ട് നമ്മളെ കൊണ്ടുവരുന്നത് തന്നെ ആക്ച്വലി ഈ പറയുന്ന ശിവഭഗവാനാണ് നമ്മളെ കൃഷ്ണഭക്തിയിലായാലും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് തിരിച്ചും. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും തള്ളിക്കളയാൻ നാം പാടില്ല എന്നുള്ളതാണ്. അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന നാരായണനെ ആയിരിക്കാം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആയിരിക്കാം. എന്നാലും നമ്മൾ ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ശിവപാർവതിമാരെയോ ഗണപതി ഭഗവാനെയോ ഒന്നും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു വല്ലാത്തൊരു കാര്യം. പിന്നെ ചിലർ ഈ പ്രസാദമൊക്കെ നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ നിന്നൊക്കെയുള്ള പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലർ കൃഷ്ണഭക്തരാണെങ്കിൽ ചിലർ കഴിക്കില്ല. പക്ഷെ എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല. കാരണം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ എല്ലാം ഇപ്പൊ ദേവിക്ക് പൂജിക്കുന്ന പ്രസാദമായാലും എല്ലാം അത് ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഇവരെല്ലാം വന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണത് സ്വീകരിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവർക്കൊരു ഭയം കാണും, ഇനി വീണ്ടും ഭൗതികതയിലേക്ക് തള്ളിവിടുന്ന ആ ഒരു ഇതാണോ എന്നുള്ളൊരു ഭയം ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കാം. ഒരു ഇടയ്ക്ക് വെച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, ഒരു ദേവീ ക്ഷേത്രത്തിൽ നിന്ന് ഇതുപോലെ ഒരു പ്രസാദം ഒരു കൃഷ്ണ ഡിവോട്ടിക്ക് കിട്ടി. അങ്ങനെ ആ ഡിവോട്ടി വന്നിട്ട് ആ പ്രസാദം എനിക്കാണ് കൊണ്ടു തന്നത്. എന്നിട്ട് ആ ഡിവോട്ടി കഴിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ദേവീ ക്ഷേത്രത്തിലെ പ്രസാദം എന്താ കഴിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ അത് കഴിക്കാറില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി അതാണ് പറഞ്ഞത്, കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ കഴിക്കാത്തത്? ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡിഫറൻസ് ആയിട്ട് കാണേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എല്ലാവരെയും സ്വീകരിക്കുന്ന ആളാണല്ലോ. പക്ഷെ എന്താ നിങ്ങൾ അങ്ങനെ കഴിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു.
അപ്പം അവർ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞു. അവർ പറഞ്ഞത് വേറൊന്നുമല്ല, ഞങ്ങൾ കൃഷ്ണനെ മാത്രമാണ് വർഷിപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് ഭഗവാന്റെ ഇതിലുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്കതൊരു വിഷമം തോന്നി, എനിക്കതിലൊരു ഭയങ്കര ഒരു വിഷമമായി. കാരണം എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ കൃഷ്ണൻ പോലും, ശ്രീകൃഷ്ണൻ പോലും ഭഗവാൻ മഹാദേവന്റെ നാമമാണ് എപ്പോഴും ഓം നമഃ ശിവായ നാമമാണ് ശ്രീകൃഷ്ണന്റെ മനസ്സിൽ ധ്വനിക്കുന്നതെന്നാണ് പറയാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ അത്രയും വലിയൊരു പരമഭക്തനാണ്. വൈഷ്ണവരിൽ ഏറ്റവും വലിയ വൈഷ്ണവനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും പല ഇതാണല്ലേ. അപ്പം നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. നമുക്കൊരു വഴി ഭഗവാൻ തന്നിട്ടുണ്ട്, ആ നേരായ വഴി കൂടി പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ ഒന്നിനെയും തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ്. തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലൊരു ഇത് കാണില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി ഇതിൽ പേരിലൊരു ഇഷ്യൂസ് ആർക്കും വേണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു. ഇപ്പം നമ്മൾ മറ്റുള്ള തള്ളിക്കളയാതിരുന്നാലാണ് ഭഗവാൻ നമ്മളെ സ്വീകരിക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റേതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ആണെങ്കിൽ ഭഗവാൻ സ്വീകരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തോ സംതിങ് അതിലെന്തൊക്കെയോ ഇതുണ്ട്. ചിലപ്പോൾ സ്വാത്വിക് മാത്രമായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു ഇത് പറയുന്നത്. അതായത് സ്വാത്വികതയിലേക്ക്, ശ്രീകൃഷ്ണനിലേക്ക് വരുമ്പോൾ അത്രയും സ്വാത്വികമാണല്ലോ ഭഗവാൻ. അതുകൊണ്ടായിരിക്കും അങ്ങനെ മറ്റൊരു രജോ തമോ ഗുണത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പറയുന്നത്. അതും നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ കാണണം, ഒരുപോലെ പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് എനിക്ക്. നമ്മൾ ഏത് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും മറ്റൊരു ഭഗവാനെ നമ്മൾ തള്ളി പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശിവഭഗവാന്റെ ഭക്തരാണെങ്കിൽ കൂടിയും ശ്രീകൃഷ്ണനെ അങ്ങനെ ഭഗവാനാണത്, അത് മനസ്സിലാക്കുക. അല്ലാതെ ഭഗവാനെ കുറ്റം പറഞ്ഞ് നടക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നത്. ആ ഒന്നായിരുന്ന ഭഗവാനാണ് മൂന്നായി പിരിഞ്ഞത്. അത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നമ്മുടെ ജീവിതത്തിലായാലും ആ ഒരു ലൈഫിലായാലും ഒരു സക്സസ് ഉണ്ടാവുന്നത്. ഹരേ കൃഷ്ണ. ഓം നമഃ ശിവായ. അപ്പൊ ഇനി നമുക്ക് അധ്യായം 11 ഹിമവാൻ വെന്തു നീറുന്നു എന്നുള്ള ഭാഗമാണ് ഞാൻ വായിക്കാം കേട്ടോ. മന്ദമാരുതന്റെ മൃദുസ്പർശത്താൽ ഹിമാലയം മധുസ്മരണകളെ ഉണർത്തി ആനന്ദ നിർവൃതിയിൽ ലയിച്ചു കിടന്നു. ഹിമാലയത്തിന്റെ മനോഹരമായ ഒരു താഴ്വരയിൽ ഭഗവാൻ സദാശിവൻ ലോകകാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുകയായിരുന്നു. ജീവികളുടെ ഉൽപ്പത്തിക്കും നാശത്തിനും തുടർന്നു വരുന്ന രൂപപരിണാമങ്ങൾക്കും നിദാനമായ തന്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ക്രമേണ മനസ്സ് ഏകാഗ്രമായി. ഒടുവിൽ പരിസര ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സ് വെടിഞ്ഞു. അദ്ദേഹം ധ്യാനനിരതനായി. കുഞ്ഞിളം കാറ്റ് ഭക്തിപുരസരം ആ ചിന്മയ ശരീരത്തെ താലോലിക്കുന്ന വിവരം അദ്ദേഹം അറിഞ്ഞതേയില്ല. വൃക്ഷലതാദികൾ തങ്ങൾക്ക് ആനന്ദാമൃതം അനുഭവിക്കാൻ വിരുന്നൊരുക്കിയ ഭഗവാനോടുള്ള പ്രേമാധിക്യത്താൽ നമ്രശിരസ്കരായി. ഓം ഹ്രീം നമഃശിവായ എന്ന പുണ്യ സമ്പർദ്ദക മന്ത്രം ഉരുവിടുന്നതും ഭഗവാൻ കേട്ടതേയില്ല. പ്രാണനാഥനെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ പാർവതി ഭഗവത് സാന്നിധ്യം കൊതിച്ചു നടന്നു. ഒടുവിൽ ഹിമവാന്റെ താഴ്വരയിൽ തപസ്സിരിക്കുന്ന ശ്രീ പരമേശ്വരനെ ദേവി കണ്ടുമുട്ടി. ദേവി ആനന്ദാതിരകത്തോടെ അവിടെ എത്തി. പരിസരം വീക്ഷിച്ചു. വശ്യമധുരവും ഹൃദയ കവാടങ്ങളെ തുറപ്പിക്കാൻ പര്യാപ്തവുമായ സുഗന്ധം പരത്തുന്ന നവീന പുഷ്പങ്ങൾ വിടർന്ന് പരിലസിക്കുന്നു. ആ കന്യകയുടെ കർണങ്ങളിൽ പവനദേവൻ ആധ്യാത്മിക ജ്യോതിസിന്റെ നിഗൂഢമായ പ്രേമരാഗങ്ങൾ അനുരാഗഭാവത്തോടെ ആലപിച്ചു കൊടുക്കുന്നതും ദേവി അറിഞ്ഞു. തന്റെ ഹൃദയേശ്വരനോടുള്ള നിസീമമായ ഭക്തി പ്രഹർഷത്താൽ ദിവ്യപീയൂഷം നുകരുന്ന ലതകളും വൃക്ഷങ്ങളും ദേവിയുടെ മനസ്സിലും ആ ഒരു ചെറു കുസൃതിയുടെ ഭാവം അങ്കുരിപ്പിച്ചു. പൊടുന്നനെ ദേവിയുടെ അന്ധകരണം തരളിതമായി. പ്രേമാധിക്യത്തോടെ പാർവതി ഭഗവാന്റെ ചാരത്തണഞ്ഞു. നയനങ്ങൾ പൂട്ടി ധ്യാനനിമഗ്നയായി ഇരിക്കുകയായിരുന്ന ഭഗവാന്റെ തിരുവദനം ദർശിച്ച മാത്രയിൽ ദേവി ലജ്ജാലോലുപയായി തന്റെ കൈകൾ കൊണ്ട് ആ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. പൊടുന്നനെ ലോകം അന്ധകാരത്തിലാണ്ടു. ലോകത്തിലാകമാനം പ്രകാശം പ്രദാനം ചെയ്യുന്ന സദാശിവന്റെ ദൃഷ്ടികൾ ദേവി പൊത്തിപ്പിടിച്ചപ്പോൾ കാലചക്രം അതിന്റെ ഗതി തെറ്റിച്ചു. അങ്ങനെ പാർവതി ദേവി പരമേശ്വരന്റെ ഭഗവാന്റെ കണ്ണുകൾ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചപ്പോൾ എവിടെയാണ് ആ കാലചക്രം തന്നെ അതിന്റെ ഗതി മാറ്റി എന്നുള്ളതാണ്. അവിടെ മൊത്തം ആ ഭൂലോകം, എല്ലാ ലോകങ്ങളും മൊത്തം ഇരുട്ടില് ആഴുകയാണ്.
തികച്ചും അപ്രതീക്ഷിതമായി കാലവ്യതിയാനം സംഭവിച്ചതിന്റെ കാരണമറിയാതെ ഭൂലോകവാസികളും ദേവന്മാരും ഋഷിമാരും തുടങ്ങി സർവ്വജീവജാലങ്ങളും ഭയചകിതരായും തീർന്നു. നിശാസ സഞ്ചാരികളായ ജീവികൾ വേദനയാലും ഭീതിയാലും പിടഞ്ഞു. രാത്രിയുടെ ദൈർഘ്യം അനുകരിച്ച് മുനിമാരും പുരോഹിതന്മാരും സന്ധ്യാവന്ദനവും നമസ്കാരവും ചെയ്യാനാകാതെ വിഷാദഗ്രസ്തരായി. കാലം അന്ധകാരത്തിന്റെ കയത്തിൽ അകപ്പെട്ടതുപോലെ ഭൂമിയുടെ താളക്രമങ്ങൾ തകിടം മറിഞ്ഞു. അങ്ങനെ കാലം അന്ധകാരത്തിന്റെ കയത്തിൽ അകപ്പെട്ടതുപോലെ ഭൂമിയുടെ താളക്രമങ്ങൾ തന്നെ തകിടം മറിയുകയാണ്. അപ്പൊ നോക്കൂ, ആ ഭഗവാന്റെ നയനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ആ നയനങ്ങള് പൊത്തിപ്പിടിച്ചതോടുകൂടി തന്നെ ആ ഭൂലോകം മൊത്തത്തില് ഇരുട്ടിലാവുകയാണ്. പൊടുന്നനെ പ്രകൃതിക്കുണ്ടായ ഭാവമാറ്റം ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞ ശ്രീ ഭഗവാൻ പെട്ടെന്ന് ധ്യാനസ്ഥിതി വിട്ടുണർന്നു. എന്നാൽ പാർവതി പൊത്തിയ കണ്ണുകൾ അദ്ദേഹം തുറക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ എല്ലാം അറിയാവുന്ന ശ്രീശങ്കരൻ തന്റെ മൂന്നാം കണ്ണ് തുറന്നപ്പോൾ അതിൽ നിന്നും പ്രവഹിച്ച ജ്വാലകൾ ലോകത്തെ ആകമാനം ചുവപ്പണിയിക്കുകയാണ് ചെയ്തത്. അസഹനീയമായ താപത്താൽ വൃക്ഷലതാദികൾ വെന്ത് വെണ്ണീറാകാൻ തുടങ്ങി. മനോഹാരിതയുടെ മടിത്തട്ടിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു നിന്ന മരങ്ങളെയും ചെറു സസ്യങ്ങളെയും അഗ്നിദേവൻ ഭസ്മീകരിച്ചു തുടങ്ങിയപ്പോൾ ഭൂമിദേവി മനം നൊന്ത് വിലപിച്ചു. ഭയചകിതരായ പ്രാണികൾ പ്രാണരക്ഷാർത്ഥം ലക്ഷ്യമറിയാതെ ഓടിക്കൊണ്ടിരുന്നു. പർവ്വത പ്രദേശങ്ങളെ ആകമാനം സ്നേഹത്തിന്റെ കുളിര് പകരുന്ന കുഞ്ഞലകൾ കൊണ്ട് കുസൃതിഭാവങ്ങൾ താലോലിക്കുകയായിരുന്ന അരുവികൾ തിളയ്ക്കാൻ തുടങ്ങി. ജലജീവികൾ ചത്തുമലച്ചു. വർദ്ധിച്ച പരിഭ്രമത്തോടും ദുഃഖത്തോടും കൂടി അനിഷ്ട സംഭവങ്ങൾക്കുള്ള കാരണമറിയാതെ ഹിമവാൻ പുറത്തേക്കിറങ്ങി. അലൗകികമായ പ്രേമപുഷ്പത്തിന്റെ അസുലഭമായ സുഗന്ധധാര മാനസക്ഷേത്രത്തെ അലങ്കരിച്ചുകൊണ്ടും പ്രാണനാഥനോടുള്ള തന്റെ കുസൃതിയുടെ ഭാഗം എന്നോണം പ്രകടിപ്പിച്ച ലീലാവിലാസത്തിലും മനസ്സു ചേർത്തുകൊണ്ട് കുറച്ചുനേരം ഭഗവാന്റെ ബാഹ്യ ചക്ഷുസുകൾ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു നിന്ന പാർവതീദേവി ബോധവതിയാകുകയും മരിച്ചു വീഴുന്ന ജീവികളെയും എരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഹിമാലയത്തെയും കണ്ടപ്പോൾ പെട്ടെന്ന് ദേവി ഭഗവാന്റെ തിരുമുഖത്തു നിന്നും കരങ്ങൾ പിൻവലിച്ചു. ദേവി ഭഗവാന്റെ മുഖത്തു നിന്നും കരങ്ങൾ മാറ്റിയതോടെ ഭഗവാന്റെ ജ്ഞാനദൃഷ്ടി അടഞ്ഞു. ഹിമാലയത്താകമാനം വിഴുങ്ങുകയായിരുന്ന അഗ്നി കെട്ടടങ്ങി. പാർവതി അല്പനേരം പരിഭ്രമത്തോടെ ഭഗവാനെ ഉണർത്തി. പ്രകൃതിക്കുണ്ടായ നാശനഷ്ടങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ഭഗവാൻ ആശ്ചര്യത്തോടെ ദേവിയോട് ആരാഞ്ഞു. ദേവി എപ്പോൾ വന്നു? എന്താണ് സംഭവിച്ചത്? പരിഭ്രമിക്കാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? എല്ലാം വിശദമായി പറയൂ. ദേവി പറയുന്നത് കേൾക്കാൻ നമുക്ക് തിടുക്കമായി. പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും അതുമൂലം വന്നു ചേർന്ന വിപത്തിനെക്കുറിച്ചും ദേവി ശ്രീ ശങ്കരനോട് വിശദമായി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ആ മഹാപ്രഭു പറഞ്ഞു, ദേവി, നീ അറിയാത്തതായി ഈ ത്രിലോകങ്ങളിൽ യാതൊന്നും തന്നെയില്ല. എന്നാൽ ഒരു കാര്യം ദേവി മറന്നു. രാജസഭാവവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദേവി എന്റെ കണ്ണുകൾ പൊത്തിയത്. രജോ ഗുണ പ്രഭാവത്തിലൂടെ തമോ ഗുണത്തിന്റെ സ്വഭാവാധിഷ്ഠിതമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ഇക്കാരണത്താലാണ് ലോകം മുഴുവൻ അന്ധകാരത്തിന്റെ പിടിയിൽപ്പെട്ടത്. ഇരുട്ട് വ്യാപിച്ചാൽ മോഹചിന്ത ഉണരും. മോഹം അഗ്നിയെ ജ്വലിപ്പിക്കാൻ പര്യാപ്തമാണ്. അങ്ങനെ ഉണ്ടാകുന്ന പാപജ്വാലയിൽപ്പെട്ട് ജീവികൾ മരിക്കും. മോഹത്തിന്റെ സ്വഭാവം കാമോദീപനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാത്വിക ഭാവത്തോടെയാണ് ദേവി എന്റെ കണ്ണുകളെ പൊത്തിപ്പിടിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും പ്രകൃതിക്ക് നാശം സംഭവിക്കുമായിരുന്നില്ല. മമതയില്ലാത്ത കർമ്മഭോഗം അനുഭവിക്കുന്നതാണ് സാത്വിക സ്വഭാവം എന്ന കാര്യം ദേവി അറിയണം. തരളിത ഭാവം ദേവിയുടെ മനസ്സിൽ കുടിയേറിയപ്പോൾ കാമചിന്ത ഉത്ഭവിച്ചു. അങ്ങനെ അന്ധകരണത്തിൽ നിന്നും സാത്വിക ഭാവം ഒഴിഞ്ഞു പോവുകയും രജസ് അവിടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തമോ ഗുണവും ദേവിയിൽ കുടിയേറി. തമോ ഗുണം വിപത്തുകൾക്കും നാശത്തിനും വഴിതെളിക്കും. അഗ്നിയെ ജ്വലിപ്പിച്ച് ജീവികളുടെ നാശത്തിന് കാരണമായത് ആ തമസ് തന്നെ. എന്നാൽ ദേവി കാര്യഗൗരവം അറിഞ്ഞതോടെ എല്ലാം പഴയതുപോലെ ആയിത്തീരുകയും ചെയ്തു. അതായത് ദേവി പരമശിവന്റെ ആ നയനങ്ങളെ പൊത്തിപ്പിടിച്ചപ്പോൾ ദേവി ചിന്തിച്ചത് ആ രജോ ഗുണത്തിലാണ്. അങ്ങനെ രജോ ഗുണത്തിൽ ദേവി ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് അവിടെ മൊത്തവും ആ ആ അന്ധകാരം ഉണ്ടാവുകയും അങ്ങനെ ആ കണ്ണ് പൊത്തിപ്പിടിച്ചതിലൂടെ ശിവഭഗവാന്റെ കണ്ണ് പൊത്തിപ്പിടിച്ചതോടെ അന്ധകാരം ഉണ്ടാവുകയും ആ അന്ധകാരത്തിൽ നിന്ന് തമസ് ഇരുട്ടുണ്ടാവുകയും ആ ഇരുട്ടിൽ നിന്നാണ് എന്തുണ്ടായത്? ഈ ദേവി ദേവന്മാർക്കെല്ലാം ആ ഒരു ഇരുട്ട് അനുഭവപ്പെടുകയും അങ്ങനെ പ്രപഞ്ചം മൊത്തത്തില് മുഴുവനും ആ ഒരു ഇരുട്ട് പകരുകയും അങ്ങനെയാണ് ഈ ഒരു അസുരൻ ഉണ്ടാവുകയാണ്. ആ അസുരനാണ് അന്ധകാസുരൻ എന്ന് പറയുന്നത്. ആ ദുഷ്ടനായ അസുരനെ അവസാനം ഭഗവാൻ തന്നെ വധിക്കുന്നതാണ്. ആ ഒരു കഥയാണ് ഇനി പറയാനുള്ളത്. പ്രപഞ്ച സത്യത്തിന്റെ നിഗൂഢമായ പൊരുൾ അനാവരണം ചെയ്യുന്ന വിധത്തിലുള്ള ശ്രീ പരമേശ്വരന്റെ സ്വാത്വിക വാണികൾ പാർവതി പീയൂഷധാര പോലെ അനുഭവിച്ചു.
ഭഗവാൻ പറഞ്ഞ പരമമായ തത്വങ്ങൾ ദേവിക്കും അറിയാമായിരുന്നു. എങ്കിലും ഭർത്താവിനോടുള്ള പ്രേമാധിക്യത്താൽ താൻ ചെയ്യാൻ പോകുന്ന മായാലീലയിലൂടെ വന്നു ചേർന്നേക്കാവുന്ന വിപത്തിനെക്കുറിച്ച് ദേവി ഒരു നിമിഷം വിസ്മരിച്ചു പോയി. ആ സമയം ഹിമവാനും അവിടെ വന്നു ചേർന്നു. ഭൂമിദേവിയുടെ ആർത്തസ്വരവും ജീവികളുടെ നാശവും ഹിമവാൻ ഭഗവാന്റെ മുന്നിൽ വിവരിച്ചു. അസാധാരണമായ സംഭവങ്ങൾ മൂലം ജീവജാലങ്ങളെല്ലാം ഭയചകിതരായി തീർന്നിരിക്കുകയാണെന്നും അഗ്നിക്ക് ശമനമുണ്ടായെങ്കിലും ഭീതി വിട്ടുമാറില്ലെന്നും ഹിമവാൻ ഭഗവാനെ ധരിപ്പിച്ചു. അങ്ങനെ ഹിമവാന്റെ പ്രാർത്ഥനയിൽ അലിവ് തോന്നിയ ശ്രീ ഭഗവാൻ ഹിമാലയ താഴ്വരകൾ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തു. അകാല ചരമത്തിന്റെ പിടിയിലായ ജീവികളെയെല്ലാം മഹേശ്വരൻ പുനർജനിപ്പിച്ചു. അതോടെ ഹിമാലയത്തിൽ വീണ്ടും സാത്വിക ഭാവം പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണ്, അവസാനം തൻ്റെ നയനങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുകയും അങ്ങനെ മറ്റുള്ള ജീവജാലങ്ങളെല്ലാം രക്ഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ തമോ ഗുണത്തിൽ നിന്ന്, ആ രജസ് തമോ ഗുണത്തിൽ നിന്ന് വീണ്ടും ഭഗവാൻ ആ സാത്വിക ഗുണത്തിലേക്ക് വരികയാണ്. അപ്പോൾ സാത്വിക ഗുണം എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രാജസവും അതുപോലെ രാജസം വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ പ്രശ്നങ്ങൾ, അതിൽ നിന്നാണ് താമസം ഉണ്ടാകുന്നത്, അപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചിലർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ രജോ ഗുണം നമുക്ക് അറിയാതെ തന്നെ ഉയർന്നു പോകും. അപ്പൊ നമ്മളും തിരിച്ച് ദേഷ്യപ്പെടുമ്പോൾ കലി ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ കലിക്ക് ഏറ്റവും കൂടുതൽ ഇതുള്ള സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ഒരേപോലെ ദേഷിക്കുമ്പോൾ കലിക്ക് അവിടെ കൂടുതൽ സന്തോഷമാവുകയും അങ്ങനെ ആ കുടുംബ ബന്ധങ്ങളിൽ ശിഥിലത ഉണ്ടാവുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ദേഷ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ആ ദേഷ്യം സഹിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ കലിയെ നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയും. അങ്ങനെ നമുക്കൊരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓം നമഃ ശിവായ. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ, ഹര ഹര മഹാദേവ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഭാഗമാണ് കഴിഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഭാഗം 12 അത് നാളെ പറയാം കേട്ടോ. നാളെയല്ല, എനിക്ക് എപ്പോഴാണ് ക്ലാസ് എടുക്കാൻ കഴിയുന്നത് അന്നേരം ഞാൻ വരാം. അപ്പോൾ ഇനി പറയാനുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്തിയിലേക്കും കൂടി വരുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കണം എന്നുള്ള. പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കുടുംബം, കുട്ടികൾ, ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അല്ലേ. നമുക്കൊരു എല്ലാത്തിലും ഒരു കൺട്രോൾ വെച്ചിട്ട്, അതായത് രണ്ടും നമുക്ക് വേണം, എന്നാൽ തന്നെയും അതിലൊരു എന്താ പറയുക, ഒരു കുറച്ച് കൺട്രോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് വരാൻ കഴിയുള്ളൂ എന്നാണ്. അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും കലികാലത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ഈ പറയുന്ന പോലെ ഭക്തിയിലേക്ക് വരിക എന്നുള്ളത്. കാരണം നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമികളാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ഭക്തിയിലേക്ക് ലയിക്കാൻ കഴിയാന്ന് പറയുന്നത് നമുക്ക് വളരെ കഠിനമാണ്. പിന്നെ നമുക്ക് വാനപ്രസ്ഥം വരുന്ന സമയത്താണെങ്കിൽ, അതായത് നമുക്ക് ഒരുപാട് വയസ്സൊക്കെ ആകുമ്പോൾ വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു ടൈം വരും. ആ ടൈമിൽ നമുക്ക് പൂർണ്ണമായിട്ടും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതായിട്ട് നമുക്ക് ആ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ആ ഭക്തിയിലേക്ക് നമുക്ക് പോവാൻ കഴിയും. അപ്പം അതൊരു വലിയൊരു പോയിന്റാണ്. പിന്നെ ചിലർ പറയാറുണ്ട്, നമ്മൾ ഭക്തിയിലോട്ട് വരുമ്പോൾ കൂടുതലും ഭക്തി കാര്യങ്ങൾ മാത്രം പറയുക, അല്ലാതെ നമ്മൾ പുറമേ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, ദുഷ്ടന്മാർക്കെതിരെ പോരാടുക എന്നുള്ളതും കൂടി ഉണ്ട്. അവിടെ രാധാകൃഷ്ണന്മാരുടെ ഇതിൽ വരുമ്പോൾ പ്രേമഭക്തിയാണ്. അപ്പോൾ ഭഗവാൻ ഈ ലോകത്തിന് സ്നേഹം, പ്രേമം ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നത്. അപ്പോൾ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാം, ഓക്കെ, അത് ശരിയാണ്. പക്ഷെ എല്ലാത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ഭക്തിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഭഗവാനിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ശ്രീകൃഷ്ണനിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഭഗവാൻ നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭക്തിയിലോട്ട് വന്നാൽ നമ്മുടെ മുന്നിൽ ഒരാൾ കിടന്ന് പിടയുന്ന കാണുമ്പോൾ അയാളെ നമ്മൾ എടുത്ത് ആശ്വസിപ്പിക്കരുതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ ഭൂമി എന്ന് പറയുന്നതും ഭൂമിദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ പത്നിയാണ്.
അതുകൊണ്ട് തന്നെ ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രതികരിക്കണമെന്ന് തന്നെയാണ് ഭഗവാനും പറയുന്നത്. കാരണം ഭൂമിക്ക് എത്രയും താങ്ങാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഭൂമി ദേവി പോലും പോയി അഭയം പ്രാപിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കണം. ഓക്കെ, എല്ലാത്തിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാതെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് അത്രയ്ക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലൊരു അനീതി കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കരുത് എന്ന് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ പ്രതികരിക്കണം, അതാണ് ഭഗവാൻ ഇഷ്ടം. പ്രതികരിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം. പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അല്ലാതെയുള്ള നമ്മൾ യേശുക്രിസ്തു ഒക്കെ എടുത്ത് നോക്കി അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെയാണ്. സമാധാനം, സ്നേഹം, അത് മാത്രമാണ് അവിടെ. പിന്നെ വേറെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടരുത്, മറ്റുള്ളതൊന്നും പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും യേശുക്രിസ്തു പോലും പ്രതികരിച്ചിട്ടുണ്ടു എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു പോലും കുറേ പേര് ഇതേപോലെ ഒരു അമ്പലത്തിൽ വന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്, അവിടെ അമ്പലത്തിലല്ല പള്ളിയിൽ വന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുന്ന് എല്ലാവരെയും യേശുക്രിസ്തു അടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ അവിടെയും യേശുക്രിസ്തു പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണനും എല്ലായിടത്തും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം അനീതി വന്നു കഴിഞ്ഞാൽ, അനീതി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രതികരിക്കരുതെന്ന് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എന്ന് തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അനീതിക്ക് ഒരിക്കലും കൂട്ടു നിൽക്കില്ല. ഒരു ഭഗവാനും അനീതിക്ക് ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അതുപോലെ തന്നെ ശിവഭഗവാൻ തന്നെ എത്രയോ അവതാരങ്ങൾ എടുത്ത്, എത്രയോ രൂപങ്ങൾ എടുത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ഈ പറയുന്ന പോലെ ദുഷ്ടരെ നിഗ്രഹിക്കാനും ദുഷ്ടരെ ഇതാക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഭഗവാന്റെ ഇഷ്ടം, ആ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനുള്ളത്. അല്ലാതെ നമുക്ക് എല്ലാവരും പറയും, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് എല്ലാവരും പറയുന്നത് നമ്മൾ കേട്ടിട്ട് നമുക്ക് അതിൽ ആവശ്യമുള്ളത് എന്താണ്, നമുക്ക് നല്ലതായിട്ടുള്ളത് എന്താണ്, നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നത് എന്താണ്, അത് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടിട്ട് ആ വഴിയെ പോയി, ഒരാൾ അങ്ങനെ പറഞ്ഞു അത് കേട്ട് അങ്ങനെയല്ല. നമുക്ക് നമ്മുടേതായ മനസാക്ഷി, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ ഒരു ഭഗവാൻ ഇരിപ്പുണ്ട്. ആ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ, ആ ഭഗവാൻ എന്താണോ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഭഗവാന് ഇഷ്ടം എന്താണോ, ഭഗവാൻ പറയാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ്, എല്ലായിടത്തും ഉള്ളതാണ് ഭഗവാൻ. അപ്പം ഒരു ഇതിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളത് പറയാതിരിക്കുന്നതിൽ എനിക്ക് ആ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഭഗവാൻ തന്നെ ഇത്രയും അവതാരങ്ങൾ എടുത്ത് വന്നിട്ടുള്ളത് തന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ദുഷ്ടരെയൊക്കെ, മ്ലേച്ഛന്മാരായിട്ടുള്ളവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം എടുത്ത് വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ പലർക്കും പല മൈൻഡ് ആയിരിക്കും. നമുക്ക് അറിയില്ലല്ലോ ഓരോരുത്തരുടെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പ് എന്താണ്, ഓരോരുത്തർ എന്താണ് ചിന്തിക്കുന്നത്, ഏതാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഭഗവാന് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഭഗവാന് മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്രയം. ആ ഭഗവാനോട് നമ്മൾ സറണ്ടർ ചെയ്യുക, ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ഭഗവാനോട് മനസ്സുരുക്കി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയുക എന്നുള്ളതാണ്. അത് ആരും ആയിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ദേവി ദേവനായാലും ഏത് ഭഗവാനായാലും ശരിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഹരേ കൃഷ്ണ നാമം, ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ നാമം കൂടി പറയണമെന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ കാര്യം. അതിൽ വേറെ ഒന്നും പറയാനില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് പറയാം. ഭഗവാനെ നമുക്കൊന്നും അറിയില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നും അറിയാത്തവരാണ്, നമുക്കറിയില്ല എന്താണ് ഏതാണ് ഇതൊന്നും നമുക്കറിയില്ല. പലരും നമ്മളെ പല രീതിയിൽ പറഞ്ഞ് പല രീതിയിൽ വഴിതെറ്റിക്കാൻ നോക്കുന്നുണ്ട്, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയില്ല ഏതാണ് ശരി ഏതാണ് തെറ്റ്. ഭഗവാന് മാത്രമേ അറിയാവുള്ളൂ ഏതാണ് ശരി ഏതാണ് തെറ്റ്. ആ ഭഗവാന്റെ വഴി കൂടെ നേർവഴി നമ്മളെ നയിക്കണേ എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം എനിക്ക് പിന്നെ ഇനി പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം വന്നുകൊണ്ട് അതിൻ്റെ പുറകെ പോയിട്ട് ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യം എല്ലാവരും മറന്നേക്കെയാണ്. മുല്ലപ്പെരിയാർ ഇനി ഇന്നോ നാളെയോ എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഇപ്പം മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, അതിൻ്റെ ഒരു വിവരവും ഇല്ല. അതിൻ്റെ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല, അത് വർക്ക് തുടങ്ങുക എന്നുള്ളതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇനി ക്രിയാശക്തിയിലേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ഒരു ക്രിയാശക്തി കൊടുക്കുക എന്നുള്ളതാണ്. ചെയ്യാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുക, അത് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ സക്സസ് ഉണ്ടാവുന്നത്. അല്ലാതെ വെറുതെ
എന്താ പറയാ, ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം ഒരുപാട് സംസാരിച്ച് പോയി. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം കഴിഞ്ഞു, അടുത്തത് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ പ്രശ്നമായിട്ട് കുറെ പേര് പോണു. അപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് അല്ലേ. അപ്പം ഏതാണ് ശരി, അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനെ നേരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാക്കില്ല എന്നുണ്ട. ഒന്ന് മറയ്ക്കാൻ വേണ്ടി മറ്റൊന്നിനെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരും, ആ മറ്റൊന്ന് മറയ്ക്കാൻ വേണ്ടി വേറൊന്നിനെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ അതിൻ്റെ വഴിക്ക് നടന്നു പോവുകയാണ്. ഇപ്പം കുഞ്ചൻ നമ്പ്യാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ തൻ്റെ ഓട്ടം തുള്ളലിൽ ഈ പറയുന്ന എന്താ പറയുന്നത്, ഈ പുറമേ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പണ്ട് കാലത്ത് ഈ ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞൊരു കലയുണ്ടായിരുന്നു. ആ കല ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അതിലിങ്ങനെ ഓട്ടം തുള്ളലിൽ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുമായിരുന്നു. അതിൽ പോലും ഇങ്ങനെ പരിഹാസിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിഹസിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപമായിരുന്നു ഓട്ടം തുള്ളൽ എന്ന് പറയുന്നത്. അപ്പം അതിൽ വരെ അന്ന് ആ കാലത്ത് കുഞ്ചൻ നമ്പ്യാർ കൊണ്ടുവന്ന ഒരിതായിരുന്നു. അപ്പം അതുപോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ അവസ്ഥ. കുറേ പേര് വന്ന് ഒരു കാര്യം പറയും, അത് ആ പ്രശ്നം തീരുന്നതിന് മുമ്പേ അടുത്ത വേറൊരെണ്ണം കുത്തിപ്പൊക്കൊണ്ടുവരും, പിന്നെ ആൾക്കാരെല്ലാവരും കൂടെ അതിൻ്റെ പുറകെ ഓടും. ഇങ്ങനെയാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. നമ്മുടെ നാട് നമുക്ക് നമുക്ക് ഇതാക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ തന്നെ ഇതാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ടോട്ടലി ഇപ്പം നമ്മളോട് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും പുറകെ പോയി അതിനുള്ള ഒരു ആൻസേഴ്സ് ഒന്നും കൊടുക്കേണ്ട, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, ഭഗവാനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും. നമുക്ക് തന്നെ അത് പറഞ്ഞ് നമ്മുടെ വായിൽ വെള്ളം വറ്റുന്നതല്ലാതെ ഒരു പ്രയോജനം ഇല്ല എന്നുള്ള ആ ഒരു സത്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഭഗവാനിലേക്ക് വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും, ഭഗവാനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു പോയി നമുക്ക് ജീവിച്ചേ പറ്റുകയുള്ളൂ. നമുക്ക് ഈ ജീവനുണ്ട് ഉള്ളിടത്തോളം കാലം നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ നാമം, ഭഗവാന്റെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ നാമത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോവാന്നുള്ളതാണ്. ഈ ജന്മം അവസാനിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ നാമത്തിലേക്ക് പോയിട്ട് പിന്നീട് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരണ്ട എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോവാന്നുള്ളതാണ്. അത്രയ്ക്കും നമുക്ക് ഇനി കലികാലത്തിന്റെ കുറച്ച് ഭാഗം ആയതേ ഉള്ളൂ, അപ്പോഴേക്ക് ഇത്രയേറെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇനി കലികാലത്തിന്റെ കുറെ കൂടെ ഭാഗങ്ങൾ കുറെ കൂടെ ആയിക്കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ മനുഷ്യര് തമ്മിലടിയും, മനുഷ്യർ തമ്മിൽ ഇപ്പൊ തന്നെ തമിഴ്നാട് പോലും നമുക്ക് എതിരെയാണ് നിൽക്കുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ അല്ലേ. അപ്പം ആ ഒരു മനസാക്ഷി ഇല്ലാതെ ആ ഒരു ഇതാണ്. അതുപോലെ എന്തൊക്കെ നമുക്ക് കാണേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഈ ഉരുൾപൊട്ടൽ കണ്ടു, നമ്മൾ അവിടെ അപകടങ്ങൾ കണ്ടു, അത് കണ്ടു ഇത് കണ്ടു. നമുക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇതാകും. മൊത്തത്തിൽ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കിനി എന്താ നാളെ സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാത്ത അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എപ്പോഴും ഭഗവാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മൾ ആവശ്യത്തിന് എന്നാലും നമ്മൾ പ്രതികരിക്കാതിരിക്കേണ്ട. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിൽ പ്രതികരിക്കുക. അവർ നന്നാക്കാൻ നമുക്ക് കഴിയുമോയെന്നറിയില്ല, എന്നാലും കുറച്ച് പേരെങ്കിലും അത് കേട്ടിട്ട് മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കിയിട്ട് നേർവഴിക്ക് വരട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാൻ ശ്രമിക്കുക. അങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അത് മറ്റാരും അല്ല, എൻ്റെ ഒരു പേഴ്സണലി ഉള്ള കാര്യമാണ്. ഞാൻ മാക്സിമം പ്രതികരിക്കാതിരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ഭഗവാനിൽ മാത്രം. കാരണം നമ്മൾ ഭക്തിയിലോട്ടൊന്ന് ഭഗവാനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോവും. അതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നമ്മളത് പ്രതികരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. കാരണം നമ്മളൊരാളെ പ്രതികരിക്കുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർ നമ്മളോട് എനിക്കങ്ങനെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ശത്രുത തോന്നിയെന്ന് വെച്ചാൽ എനിക്കങ്ങനെ അതിലൊരു പ്രശ്നം ഉണ്ടാകുന്ന ആളല്ല ഞാൻ. ഭഗവാന് ഒരുപാട് പേര് ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ അതിലൊന്നും അപ്സെറ്റ് ആയിട്ടില്ല. ഭഗവാൻ അവരെ എല്ലാം അവസാനം വധിക്കുകയാണ് ചെയ്തത്.
അതുപോലെ തന്നെയാണ്, അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ഒരു ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ എല്ലാ നല്ലതിനെ അംഗീകരിക്കും. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകണമെന്നും എല്ലായിടത്തും പോകണമെന്നും എല്ലാവരുടെ നല്ല സ്നേഹമായിട്ട് പെരുമാറണമെന്നും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് എൻ്റെ ഒരു ക്യാരക്ടറാണ്. പണ്ടേ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. കാരണം എല്ലാവരും ആ ഒരു ഐക്യത്തോടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആ ഭാരതത്തിൻ്റെ മഹിമ, അല്ലെങ്കിൽ നമ്മുടെ ആ സംസ്കാരത്തിന്റെ മഹിമ എന്ന് പറയുന്നത് അതാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അതാണ് വേണ്ടത്. എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ അവരവരുടേതായ കാര്യങ്ങൾ ചെയ്ത്, അവരവരുടേതായ സിസ്റ്റംസ് ഫോളോ ചെയ്ത്, അവരവരുടേതായ കാര്യങ്ങളും അവരവരുടേതായ സിസ്റ്റംസും ഫോളോ ചെയ്തിട്ട് ഒരുമിച്ച് ഒത്തൊരുമയോടെ നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒത്തൊരുമയോടെ നിൽക്കുമ്പോഴാണ് അവിടെ നമുക്കൊരു നല്ലൊരു ഭൂമി അല്ലെങ്കിൽ നല്ലൊരു ഇത് കെട്ടിപ്പടുത്താൻ കഴിയുള്ളൂ എന്ന ഒരു വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ. ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം രാധാകൃഷ്ണായ നമഃ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ നോക്കാം കേട്ടോ. ക്രൈസി, കില്ലർ, മുഹമ്മദ്, ജോജോ, ടോം ടോക്സി, അർച്ചന, അർച്ചിഷ്മ, ഓക്കെ, ബ്ലാക്കി, രേവതി, നിസാർ. പിന്നെ ഇതിനകത്ത് കുറേ അതായത് നൈംസ് വരുന്നുണ്ട്. എനിക്ക് ആ നൈംസ് വായിക്കാൻ തന്നെ ചിലത് തോന്നില്ല. കാരണം ഇതിപ്പോൾ ആരൊക്കെയാ വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ വരുന്നവരെ ആരും എനിക്ക് അറിയത്തില്ല. പേഴ്സണലി എനിക്കറിയില്ല. എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. പിന്നെ ഞാൻ വായിക്കുന്നു എന്നുള്ളതാണ്. കാരണം ലൈവിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് എല്ലാവരെയും അറിയില്ല. ഇതിൽ കുറച്ച് പേരെയൊക്കെ അറിയാം. പിന്നെ എന്നെ ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷെ നിങ്ങൾ വളരെ സന്തോഷമുണ്ട്. കാരണം കുറച്ച് പേരെങ്കിലും ലൈവ് ചെയ്യുന്ന ടൈമിൽ വരുന്നുണ്ടല്ലോ. അത് തന്നെ എനിക്കൊരു വലിയ ഇഷ്ടമാണ്. കാരണം ഭഗവാന്റെ കാര്യം കേൾക്കാനെങ്കിലും വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പം ഇനിയും ഈ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് എനിക്ക് ഉണ്ടാവണം. ഈ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറയുന്ന RKSP വ്ളോഗ് എന്നാണ്. അതിലൊരു രാധാകൃഷ്ണന്മാരുടെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. RKSP വ്ളോഗ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RK കൃഷ്ണൻ, രാധാകൃഷ്ണ. SP എന്ന് പറഞ്ഞാൽ ശിവപാർവതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ RKSP വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലാണ് തുടങ്ങിയത് യൂട്യൂബിൽ. അപ്പോൾ എല്ലാവരും അത് കാണുക, കണ്ടിട്ട് എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നലെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്നലെ ഞാൻ ഈ കൃഷ്ണ ടെമ്പിളായ ഇസ്കോൺ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ എനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞു, ഡാൻസ് കളിക്കാൻ കഴിഞ്ഞു. പിന്നെ നല്ല രീതിയിൽ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. പ്രഭുവിൻ്റെ നല്ലതായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ സ്വസ്തിക ആളീസ് വെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. നിങ്ങൾ ആ ചാനൽ തീർച്ചയായിട്ടും കാണണം. അത് കാണേണ്ടത് തന്നെയാണ്. മാതാജിയുടെ ആ മാതാജി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവിടെ നമ്മുടെ ടെമ്പിളിൽ വന്നിട്ടുണ്ടായിരുന്നു, ഐസ്കോണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ മാതാജി അടുത്ത് കാണാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമായി. അപ്പോൾ എല്ലാവരെയും എനിക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാം കൊണ്ടും എനിക്ക് ഇന്നലെ ഭഗവാനും നല്ല സുന്ദരനായിരുന്നു. ഭഗവാനെ അവിടെ ഒരുക്കിയിട്ടത്. അപ്പം അതിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ ഇനി നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെ അടുത്തൊക്കെ ഇതേപോലെ ഇസ്കോൺ ടെമ്പിളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വിസിറ്റ് ചെയ്യണം ഇടയ്ക്കൊക്കെ കേട്ടോ. ഇടയ്ക്കുള്ള ഞായറാഴ്ച തോറുമൊക്കെ അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ടൈമിലൊക്കെ പോയിട്ട് നിങ്ങൾ ആ പ്രഭാഷണങ്ങളൊക്കെ, ആ ഭാഗവതം ക്ലാസ്സുകളൊക്കെ കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളിടത്തേക്ക് നിങ്ങൾ പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഭാഗവതം, അതുപോലെ തന്നെ നമ്മുടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ എനിക്കറിയാം, ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. ആ ടൈമിലൊക്കെ ഇതുപോലെ ഭഗവത്ഗീത ക്ലാസ് ഒക്കെ ഉണ്ട്, ഭാഗവതം ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ട്, എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുന്നത്, പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അതിന് വലിയ പ്രായം അങ്ങനെയൊന്നും ഇല്ല. ചെറുപ്പക്കാർക്കും പോവാം, കൊച്ചു കുട്ടികൾക്കും പോവാം, ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയി അവിടെ കേൾക്കാന്നുള്ളതാണ്. ഭഗവാന്റേത് അത് ഏതായാലും എവിടെ ഇരുന്നായാലും കേൾക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്.
അപ്പം അത് നിങ്ങൾ പോവാന്നുള്ളതാണ്. രേവതി നിസാർ പൈനമൂടൻ ദിബ് നെടുവേലി. ഹരേ കൃഷ്ണ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ചാനലും കാണുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ RKSP ബ്ലോഗും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ അടുത്തും പറയുക. നിങ്ങളെ കൊണ്ട് എത്ര പേർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ കഴിയുമോ അത്രയും പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. എനിക്കതങ്ങനെ ഞാൻ പൈസ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷേ കുറേ പേരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ, അങ്ങനെയെങ്കിലും കുറച്ച് പേർക്കൊരു മനസ്സിനൊരിതുണ്ടായിട്ട് അവർ തിരിഞ്ഞ് വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. ഇപ്പം ചാനൽ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ദേവി മഹാത്മ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ നാരായണീയത്തിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് നാരായണീയം ക്ലാസ് എടുത്തു തന്നില്ലായിരുന്നോ, അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കാണുക. കണ്ടതാണെന്ന് വെച്ചിട്ട് കാണാതിരിക്കേണ്ട, കണ്ടതാണെങ്കിലും ഒന്നുകൂടി കാണുക, കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ.